ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും മാമസ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാലയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. നല്ല ഹെൽത്ത് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പൂരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പൂരി ഒട്ടും തന്നെ എണ്ണ കുടിക്കാതിരിക്കാനാണ്. പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ എണ്ണ കുടിക്കാതിരിക്കാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുമ്പ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ കുറച്ച് ഓയിലൊന്ന് പുറമേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം എടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്, ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റാക്കി കിട്ടാൻ വേണ്ടി. ഇനി അത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. മുഴുവൻ മാവും ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ ഇട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പൊടി വിതറിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ പൂരി സാധാരണ കറക്റ്റ് റൗണ്ട് ഷേപ്പിലിരിക്കുന്നത് തന്നെ ഏകദേശം ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു വലിപ്പമുള്ള അടപ്പാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുത് മതിയെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതുപോലെ എല്ലാം തന്നെ പരത്തിയെടുക്കാം. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല കുഴിയുള്ള ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിട്ട് കൊടുക്കണം. അപ്പോൾ പൂരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒത്തിരി കട്ടിയിൽ പരത്തിയെടുക്കുകയും ചെയ്യരുത്. പരത്തിയെടുക്കുമ്പോൾ കട്ടി കൂടുതലാണെങ്കിൽ പൂരി ഭയങ്കര ഹാർഡായിരിക്കും. പൂരിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ മൈദയൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൂരി മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോ നന്നായിട്ട് കഴുകി തൊലിയോട് കൂടി തന്നെ കുക്കറിലിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു കഴിയുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല, ചെറിയ കട്ടകളൊക്കെ വേണം. ഇനി മസാല റെഡിയാക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കടുകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള തീരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് കളർ ചേഞ്ചായി ഫ്രൈ ആയി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ ചാനലിൽ ഇതിൽ നിന്നും വേറെയും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കണം. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ഈ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഉപ്പ് ചേർക്കാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന പൂരി മസാലയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂരിയുടെയും റെസിപ്പി ആയിരുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.